ശപിക്കപ്പെട്ട ഇബ്ലീസ് മനുഷ്യവേഷത്തിൽ വന്ന സംഭവം വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പ് നടന്ന ഒരു സംഭവം. സുറാഖത്ത് ബിൻ മാലിക് എന്ന ഒരാളുടെ രൂപത്തിലാണ് ഇബ്ലീസ് വന്നത്. അന്ന് ശത്രുപക്ഷത്തെ ഏറ്റുമുട്ടാൻ സുറാഖത്ത് മുന്നിൽ ഉണ്ടായിരുന്നു. ബദറിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിയപ്പോൾ ഇബ്ലീസ് അവരിൽ നിന്നും തിരിഞ്ഞോടി. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ കാണാത്തത് ചിലത് ഞാൻ കാണുന്നു. അവിടെ നിന്ന് ഇബ്ലീസ് കടന്നുകളഞ്ഞു. ശൈത്താന്മാർ ഇടതു കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ജിന്നുകൾ ശാന്തമായി ജീവിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നു. എന്നാൽ പിശാചുക്കളുടെ ലോകം വളരെ വിശാലമാണ്. മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ എല്ലാ പിശാചുക്കളും വാഴുന്നുണ്ട്. മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പിശാചുകൾ വാഴുന്നുണ്ട്. അതുപോലെ വീടുകളിലും ഓടകളിലും വൃത്തിഹീനമായ എല്ലാ ഇടങ്ങളിലും പിശാചുക്കളുണ്ട്. മുസ്ലിം ജിന്നുകൾ മുസ്ലിം മനുഷ്യരെ ഇഷ്ടപ്പെടുന്നു. മനുഷ്യർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുസ്ലിം ജിന്നുകൾ ഭക്തിയോടെ കേട്ടുകൊണ്ടിരിക്കും. ശിക്ഷയുടെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഭയന്ന് കരയും. മുസ്ലിം വീടുകളിൽ മേൽക്കൂരകളിലും ഒട്ടിനിൽക്കും. വീട്ടുകാരുടെ ആരാധനകൾ കാണും. ദിക്റുകൾ കേൾക്കുമ്പോൾ അവർ സന്തോഷിക്കും. അവർ കൂടെ ചൊല്ലുകയും ചെയ്യും. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയുമത്രേ. മുസ്ലിം വീടുകളിൽ പരിസരവും വൃത്തിയാക്കി വെക്കണം. മാലിന്യ കേന്ദ്രങ്ങളാണ് പിശാചിന് ഏറെ ഇഷ്ടം. അവിടെ പിശാചുകൾ വന്നുകൂടും. വീടുകളും പരിസരവും എപ്പോഴും വൃത്തിയാക്കി വെക്കണം. മാലിന്യ കേന്ദ്രങ്ങളാണ് പിശാചിന് ഏറെ ഇഷ്ടം. അവിടെ പിശാചുകൾ വന്നുകൂടും. വീട്ടുകാർക്ക് എപ്പോഴും അസ്വസ്ഥത, അസുഖം, ഭയം തുടങ്ങിയവ അനുഭവപ്പെടും. ഉറങ്ങാൻ പോകുമ്പോൾ ദിക്റുകളും സൂറത്തുകളും ഓതണം. ഉറങ്ങി എഴുന്നേറ്റ് വിരിപ്പുകൾ മടക്കി വെക്കണം. അടുത്ത തവണ ഉറങ്ങാൻ വേണ്ടി വിരിക്കപ്പെടുമ്പോൾ 2-3 തവണ കുടയണം. സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. അവർ കുട്ടികളെ ഉപദ്രവിക്കുമത്രേ. പാമ്പായും നായയായും വേഷം മാറാൻ കഴിവുള്ളവരാണ് പിശാചുക്കൾ. പറക്കാനും മറഞ്ഞിരിക്കാനും കഴിവുള്ളവർ.